സ്ഥാപനം കടവത്തൂരിൻ മണ്ണിൽ ഇന്ന് വിദ്യയുടെ ശോഭയേകി മാതൃകയായി നുസ്രത്തുൽ ഇസ്ലാം മികച്ചിടുന്ന വർണ്ണഗോപുരം ജനസേവകനായിടുന്ന മുരളീധരനും നാടിന്റെ സാരഥിയും പി കെ അബ്ദുള്ളയ്ക്കും സിൻഡിക്കേറ്റ് മെമ്പറായ ഡോക്ടർ അഷ്റഫ് TV നാടിന്റെ പ്രസിഡന്റാം നസീമാവർക്കും സ്വാഗതം ഞങ്ങളിതാ ഓതിയിടുന്നു സ്വാഗതം ഞങ്ങളിതാ ഓതിയിടുന്നു. ഇന്നീ സുദിനത്തിലായി ഇവിടേക്കായി വന്നു ചേർന്ന അതിഥികൾക്ക് നിത്യ സ്വാഗതം. ഇന്നീ സുദിനത്തിലായി ഇവിടേക്കായി വന്നു ചേർന്ന അതിഥികൾക്ക് നിത്യ സ്വാഗതം. കടവത്തൂരിൻ മണ്ണിൽ ഇന്ന് വിദ്യയുടെ ശോഭയേകി മാതൃകയായി നുസ്രത്തുൽ ഇസ്ലാം മികച്ചിടുന്ന വർണ്ണഗോപുരം. ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ അങ്ങനെയുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും കൂടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി ജനങ്ങളെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ധാർമ്മികമായും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പണിതുയർത്തിയ വിജ്ഞാന കേന്ദ്രമാണ് നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജ്, NIA കോളേജ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കടവത്തൂർ എരഞ്ഞിങ്കിയിലെ ചെറിയൊരു കെട്ടിടത്തിൽ സെക്കൻഡറി മദ്രസയായി തുടങ്ങിയ ഈ സ്ഥാപനം 1975 അറബിക് കോളേജായി ഇരഞ്ഞിങ്കിയിലെ ഒരു കെട്ടിടത്തിൽ ആരംഭിക്കുകയാണ് ചെയ്തത്. 1995 നമുക്കറിയാം കേരള ഗവൺമെന്റ് ഈ സ്ഥാപനത്തെ എയ്ഡഡ് അറബിക് കോളേജായി അംഗീകരിക്കുകയും ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ ഈ സ്ഥാപനം ഈ വടക്കേ മലബാറിലുടനീളം വെളിച്ചം നൽകിക്കൊണ്ട് ഇൽമിന്റെ അറിവിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അറബി സാഹിത്യത്തിൽ ഉന്നതരായ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥികളെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ഈ സ്ഥാപനം രണ്ടു വാക്ക് പിരിഞ്ഞു പോകുന്ന അധ്യാപകരെ പറ്റി പറയാണ്. ഇസ്മായിൽ സാർ ഈ സ്ഥാപന പ്രൈവറ്റായി നടക്കുന്ന കാലത്ത് തന്നെ ഇവിടെ പഠിക്കുകയും 5-6 കൊല്ലം ഇവിടെ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തതിനു ശേഷം ഈ കോളേജ് ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചതിന് ശേഷം 27 വർഷം ഈ കോളേജിൽ അധ്യാപകനായും അതുപോലെ തന്നെ 3 വർഷം പ്രിൻസിപ്പളായും ജോലി ചെയ്തു. ഇസ്മായിൽ സാഹിബിനെ പറ്റി പറയുമ്പോ ഈ സ്ഥാപനത്തിലെ അധ്യാപകൻ എന്നതിലുപരി ഈ പഞ്ചായത്തിലെ തൃപ്പങ്ങട്ടൂർ പഞ്ചായത്തിലെ ഭരണസാരഥികളിൽ ഒരാൾ എന്ന നിലയിൽ ഈ നാട്ടിലെ വേദന അനുഭവിക്കുന്ന മനുഷ്യന്മാരെ സേവിക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി നിശബ്ദമായി പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും സഹപ്രവർത്തകനുമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കോയമ്പ്രത്ത് ഇസ്മായിൽ മാസ്റ്റർ. അതുപോലെ തന്നെ മറിയ ടീച്ചറും ഈ കോളേജില് എന്റെ കൂടെ വിദ്യാർത്ഥിയായി 5-6 വർഷം പഠിക്കുകയും അതിനുശേഷം പ്രൈവറ്റായി നടക്കുന്ന കാലഘട്ടത്തിൽ 8 വർഷത്തോളം ഈ കോളേജിൽ അധ്യാപകയാകുകയും അതിനുശേഷം അലിഗഡിൽ പോയി PG ബിരുദമെടുത്ത് ഈ കോളേജിൽ 25 വർഷക്കാലം പഠിപ്പിക്കുകയും ചെയ്തിട്ടാണ് ഈ 31-ാം തീയതി പടിയിറങ്ങുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിലെ ഒരേ ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ സ്ഥാപനത്തിലെ ഇതുവരെ പഠിച്ചിറങ്ങിയവരും ഇപ്പോൾ പഠിക്കുന്നവരുമായ മുഴുവൻ വിദ്യാർത്ഥികളെയും തങ്ങളുടെ മാതാവിനെ പോലെ മനസ്സോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരിടം നേടിയ ടീച്ചറാണ് തീർച്ചയായും മറിയ ടീച്ചർ. മാത്രമല്ല അധ്യാപനത്തിന് പുറമെ സമൂഹത്തിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സ്ത്രീ ശാക്തീകരണത്തിനുമെതിരെ കേരള സംസ്ഥാനത്തുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ് മറിയ ടീച്ചർ. ഇവർക്ക് വളരെ സന്തോഷകരമായ ഒരു വിശ്രമ ജീവിതം ജഗന്നിയന്താവായ നാഥൻ അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ വടകരയിലെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MP ആയി
മുരളീധരൻ സാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഈ പ്രശസ്തമായ കോളേജിലേക്ക് അദ്ദേഹം വരുന്നത്. ഈ യാത്രയപ്പ് സമ്മേളനം ഈ കേരളത്തിന്റെ കുലപതിയായ ശ്രീമാൻ കെ കരുണാകരന്റെ പ്രിയപുത്രൻ കെ മുരളീധരൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഈ നുസ്രത്തുൽ ഇസ്ലാം കുടുംബത്തിന് ഏറ്റവും അങ്ങേയറ്റത്തെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എന്റെ പേരിലും നിങ്ങളുടെ എല്ലാം പേരിലും മനസ്സ് തൊട്ടുകൊണ്ട് മുരളീധരൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാർത്ഥികളെ, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും 2 അധ്യാപകരുടെ യാത്രയപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഉസ്മാൻ മാസ്റ്റർ സംബന്ധിച്ചിടത്തോളം എനിക്ക് 11 വർഷത്തോളമായി എൻ്റെ കൂടെ ആത്മാർത്ഥമായി ഏത് കാര്യത്തിനും ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഉസ്മാൻ മാസ്റ്റർ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഏറെ പ്രധാനിയായ ഒരു വ്യക്തിത്വമാണ് ഉസ്മാൻ മാസ്റ്റർ. മറിയ ടീച്ചറെയും എനിക്ക് കുറച്ചു കാലങ്ങളായി എൻ്റെ കൂടെ കാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നല്ല 2 അധ്യാപകരെയാണ് ഇന്ന് നമുക്ക് ഈ അധ്യാപനത്തിൽ നിന്ന് വിരിഞ്ഞു പോകുന്നത്. അവർക്ക് അവരുടെ ഈ ഒരു വിരമിക്കുന്നതിൻ്റെ ശേഷവും മറ്റു പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് മുൻപന്തിയിൽ എത്താനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഭാഷകൾക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു തുല്യമായിട്ടുള്ളൊരു സ്റ്റാറ്റസ് അന്ന് നൽകുകയുണ്ട്. അതാണ് നമ്മുടെ നാടിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഒരു ഭാഷയും ഒരു മതത്തിൻ്റെയും കുത്തകയല്ല. അറബി ഭാഷയാവട്ടെ സംസ്കൃതമാവട്ടെ, അതിനൊന്നും മതത്തിൻ്റെയോ ജാതിയുടെയോ വേലിക്കെട്ടില്ല. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് CHന്റെ കാലത്ത് ഇങ്ങനെയൊരു സ്കീം നമ്മുടെ രാജ്യത്തുണ്ടാവും. പ്രത്യേകിച്ച് അറബി ഉറുദു ഭാഷകളൊക്കെ പഠിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ചെല്ലുമ്പോൾ, ഇനിയിപ്പോൾ പഴയ കാലം പോലെയല്ല, ഗൾഫിലേക്കുള്ള ഒഴുക്കൊക്കെ നിലയ്ക്കാൻ പോവാണ്. കാരണം അവർ നന്നായിട്ട് പഠിച്ച് ഡിഗ്രിയൊക്കെ എടുക്കാൻ തുടങ്ങും. പക്ഷെ എങ്കിലും അവിടെയുള്ള ഭാഷ അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജോലിക്കൊരു പ്രയോറിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാവാനും ഭാഷാപരമായിട്ടുള്ള പരിജ്ഞാനം നൽകാൻ ഈ കോളേജിന് കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും ഈ കോളേജിൽ ദീർഘകാലം പഠിപ്പിച്ച പ്രിൻസിപ്പളായ പ്രൊഫസർ കെ ഇസ്മായിലിനും അതുപോലെ പ്രൊഫസർ കെ മണിയത്തിനും നൽകുന്നൊരു യാത്രയപ്പ് കൂടി. യാത്രയപ്പ് എന്ന് പറയുമ്പോൾ അത്ര സന്തോഷമുള്ള കാര്യമല്ല. അത് റിട്ടയർമെൻറ്റ്. സ്വാഭാവികമായിട്ടും പണ്ട് കാലത്തൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു ഏർപ്പാട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അന്ന് 60 വയസ്സാണ് റിട്ടയർമെൻറ്റ്. എൻ്റെ കുട്ടി പ്രായം. അപ്പോൾ 60 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ യാത്രയപ്പ് കഴിഞ്ഞാൽ ഈ യാത്ര അയക്കുന്ന അധ്യാപകനെ ആനയിച്ചു കൊണ്ടുപോകാൻ വീടുകളിലേക്ക് ഒരു ചാരി കസാലയും കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തു. കാരണം അതാണ്, ഇന്നത്തെ പോലെ മറ്റു ഉപകാരങ്ങളൊന്നുമല്ല. അതായത് ഇനി ഇവിടെ കടന്നുപോകാൻ. പക്ഷെ കാലം മാറിയപ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു. ഇപ്പം ശരാശരി ആയുസ് എന്ന് പറയുന്നത് 80 വയസ്സാണ് മര്യാദയ്ക്ക് ജീവിച്ചാൽ. അതിൽ കൂടുകയുള്ളൂ. നമുക്കറിയാം, ഒരുപാട് പേരെ 100 വയസ്സുള്ളവർ, 103 വയസ്സുകാരെയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലായിടത്തും. എന്നാലും ശരാശരി ആയുർദൈർഘ്യം 80 വയസ്സാണ്. അപ്പോൾ ആദ്യം പെൻഷൻ പ്രായം 60-ൽ നിന്ന് 55 ആക്കി. ഇപ്പം 55, 56 പക്ഷേ ഇപ്പം 56 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയിൽ യൂത്തിൻ്റെ പ്രായമാണ് 56. അപ്പോൾ
യൂത്ത് പ്രായത്തിലാണ് പെൻഷൻ നൽകുന്നത്. പക്ഷേ എന്നാലും പെൻഷനായി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലൊരു ഗുണം, ഞങ്ങളുടെ പെൻഷൻ പ്രായപ്പോൾ എല്ലാ പാർട്ടിക്കാരും 75 വയസ്സാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ വെച്ചുള്ളത് അത്ര പെട്ടെന്നൊന്നും പ്രായമായെന്ന് സ്വയം തോന്നില്ല. ഞങ്ങളൊക്കെ ഇപ്പോഴും യുവാക്കളായിട്ട് ചെറുപ്പക്കാരനൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് പോലെ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആരോടും പറയാറില്ല. പക്ഷെ ഒരു അധ്യാപകനാവുമ്പോൾ 56 പെൻഷനായേ മതിയാവും. പക്ഷെ നമ്മൾ ഒരു കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും MP-യുമായിരുന്ന കാലത്ത് അന്ന് എല്ലാ സർക്കാർ സർവീസ് സംഘടനകളും എന്നെ പല ചടങ്ങിലും UDF LDF ഒന്നും ഉള്ള വ്യത്യാസം കൂടാതെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ യുവജന സംഘടനകളൊന്നും എന്നെ ചർച്ചയ്ക്ക് വിളിക്കാറില്ല. അതായത് പെൻഷൻ പ്രായം കൂട്ടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ. ഞാൻ സത്യത്തിൽ അത് കൂട്ടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് അന്ന് ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, കുറേ കാലം കൂടെ കഴിഞ്ഞാൽ സർവീസ് ഉള്ളവരെക്കാൾ കൂടുതൽ പെൻഷൻകാരായിട്ട് മാറും. ഇപ്പം രണ്ട് കാര്യമാണ്. ഒന്ന്, അവരുടെ എനർജി വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. രണ്ട്, പെൻഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ ഏത് പാർട്ടി ഭരിച്ചാലും ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ഇതൊന്ന് കുറയ്ക്കാനും സഹായിക്കും. ഇപ്പം രണ്ട് ഗുണമുണ്ട്. എനർജി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. രണ്ട്, സാമ്പത്തിക ലാഭം സർക്കാരുണ്ടാവും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രവണതയുള്ളത്, യുവാക്കൾ ഒരു ഭാഗത്തും ധനകാര്യമന്ത്രിമാർ മറുഭാഗത്തും. ഏത് പാർട്ടി ധനകാര്യമന്ത്രി വന്നാലും അവരുടെയൊക്കെ മനസ്സിലാഗ്രഹം കൂട്ടണം. അത് ഈ അതിരപ്പള്ളി പദ്ധതി പോലെയാണ്. അതിരപ്പള്ളി പദ്ധതിയിൽ ഒരു ഭാഗത്ത് മന്ത്രിയും മുൻ മന്ത്രിമാരും, ഞാനും കുറച്ചു നേരം ഇരുന്ന, അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ പെടും. മറുഭാഗത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ഞങ്ങളൊക്കെ ഇപ്പോഴും ആ പദ്ധതി വേണമെന്നുള്ള അഭിപ്രായക്കാരാണ്. ഇപ്പം കാശിൽ കൊടുത്ത് വാങ്ങാൻ വൈദ്യുതി, അതിന് നാൽക്കൊരു പരാതിയില്ല, ഒരു പുതിയക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ഉൽപ്പാദനം ഇപ്പോൾ ഏതാണ്ട് 30% നമ്മുടെ ആവശ്യത്തിലുള്ള വൈദ്യുതി കിട്ടുന്നുള്ളൂ. 70% കാശ് കൊടുത്ത് വാങ്ങുകയാണ്. ഞാനുള്ളപ്പോൾ 40% ഉൽപ്പാദനം കുറയുകയാണ്. എന്താ കാരണം? ആവശ്യക്കാർ കൂടും. അപ്പോൾ നമ്മളെല്ലാ ഗ്രാമത്തിനും വൈദ്യുതീകരണം എന്ന് പറയുമ്പോൾ ഇതിനുള്ള വൈദ്യുതി നമ്മുടെ കയ്യിലില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങും. ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അപ്പോൾ കുറേ കൂടെ നല്ല രീതിയിൽ ചിന്താഗതി ഉണ്ടാവും. ഞാൻ അന്ന് ഇരുന്ന അഭിപ്രായക്കാരൻ. വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടാകുന്ന മോഡേണൈസേഷൻ ഇതൊക്കെ ഞാനൊക്കെ അന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ആ വഴിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സമൂഹം. ചർച്ച ചെയ്തൊരു ധാരണയിലെത്തണം. അല്ലാതെ എല്ലാത്തിനെയും കാണടച്ചത് വേണ്ട എന്ന് പറയുന്ന രീതി ശരിയാണ്. എല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കും. പക്ഷെ ഏതായാലും ഇനിയിപ്പോൾ ഭാവിയിൽ കൂട്ടിയാലും കുറഞ്ഞാലും നമ്മുടെ പ്രിൻസിപ്പളിനും ഇസ്മായിൽ സാറിനും KK മറിയം ടീച്ചർക്കും പെൻഷനായേ മതിയാവും. അതൊരു യാഥാർത്ഥ്യം. പക്ഷേ രണ്ടുപേർക്കും ഒരു സൗകര്യമുണ്ട്. അത് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല, എല്ലാ അധ്യാപകർക്കും. അതായത് ഇപ്പോൾ പ്രോട്ടോക്കോൾ പറയുമ്പോൾ MP നാളെ മുൻ MP ആവും, പഞ്ചായത്ത് പ്രസിഡന്റ് നാളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും, MLA നാളെ മുൻ MLA ആവും, മന്ത്രി നാളെ മുൻ മന്ത്രിയാവും. പക്ഷേ ഇപ്പൊ ഇസ്മായിൽ മാഷെന്ന് പറയുമ്പോൾ പ്രൊഫസർ എന്ന് പറയാൻ റിട്ടയർഡ് പ്രൊഫസർ എന്ന് പറയും. പക്ഷേ ഇസ്മായിൽ മാഷെന്ന് പറഞ്ഞാൽ മുൻ മാഷെന്നാരും പറയില്ല. ഇനി എല്ലാ കാലവും ഈ ഡെസിഗ്നേഷൻ മാറ്റുമില്ല. അതുപോലെ മറിയ ടീച്ചർ എന്ന് പറഞ്ഞാലും ഡെസിഗ്നേഷൻ മാറ്റും. അതാണ് അധ്യാപകന്റെ ഏറ്റവും വലിയ സമ്പത്ത്. രണ്ടാമത്തത്, റിട്ടയർ ചെയ്താലും ഒരധ്യാപകനും ആ അധ്യാപകൻ പഠിപ്പിച്ച കുട്ടികളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ കാര്യം പറയുകയാണ്. ഞാൻ എന്നെ കോളേജിൽ 5 വർഷം പഠിപ്പിച്ച എക്കണോമിക്സ് പ്രൊഫസർ
അദ്ദേഹം ഉൾപ്പെട്ട നിയോജകമണ്ഡലത്തിലാണ് ഞാൻ അസംബ്ലിയിൽ 2 തവണ MLA ആവും. ഞാൻ അവിടെ മത്സരിക്കുമ്പോൾ അധ്യാപകൻ ചെയ്യുന്നൊരു കാര്യം, അത് ഒരിക്കലും എൻ്റെ അടുത്തൊരു ശുപാർശയ്ക്ക് വന്നില്ല. താൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയെ ഒരു ജനപ്രതിനിധിയാവുന്ന കാണാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ, ചെന്നൈയിൽ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ പെൻഷൻ കാശിൽ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം 2 തെരഞ്ഞെടുപ്പിലുണ്ടായി. ഞാൻ നിങ്ങളുടെ MP ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ ഞാൻ വരുന്ന അതേ ദിവസം തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതാണൊരു അധ്യാപകരും വിദ്യാർത്ഥിയായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ശരിക്കും വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകർ, അധ്യാപകരെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, അത് ഒരു വലിയ ആത്മബന്ധം. അതിനാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചറിയാമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ സ്വഭാവം അതിൽ സ്വാധീനം ചെലുത്തുമ്പോഴാണ് പ്രൈമറി ടീച്ചർമാരാണ്. കാരണം മാതാപിതാക്കളൊക്കെ ജോലിക്ക് പോകും. മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ പിന്നെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇന്നിപ്പോൾ പ്രൈമറി അധ്യാപകരാണ്. ഒരു കോളേജ് പ്രൊഫസറേക്കാൾ ഏറ്റവും പ്രയാസമുള്ള ജോലിയാണ് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞത്. കാരണം കുട്ടികളുടെ സ്വഭാവം നോക്കണം, അവരെ പരിപാലിക്കണം, പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സമ്പത്തിൻ്റെ ഉടമകളാണ് അധ്യാപകരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യാത്രയപ്പ് നൽകുമ്പോൾ സാങ്കേതികമായി പെൻഷൻ പറ്റുന്നതിൻ്റെ യാത്രയപ്പ് മാത്രമാണ്. എന്നാൽ സ്നേഹബന്ധത്തിനൊരിക്കലും യാത്രയപ്പില്ല. അതുകൊണ്ട് ഈ 2 പ്രമുഖ വ്യക്തികളും നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ. ചെറുപ്പമാണ്, ഇവിടെ പെൻഷനാണെങ്കിലും മറ്റ് അവർ ഇഷ്ടപ്പെടുന്ന മേഖലയിലൊക്കെ നന്നായി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നല്ലൊരു സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങളൊക്കെ പരസ്പരം ഉണ്ടാവും. ഇതൊക്കെ ജീവിതത്തിലെ ലൈഫിൽ പതിവുള്ള കാര്യങ്ങൾ. ഞങ്ങൾക്കൊന്നും ആ ഫീലിംഗ് ഉണ്ടാവില്ല, കാരണം ഞങ്ങൾക്ക് ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷേ റിട്ടയർ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രായമായി എന്നൊരിക്കലും മനസ്സിൽ തോന്നരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും 2 പേർക്കും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിഹിതമായിട്ടാണ്. അടുത്തതായി ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി മറിയം ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി കോളേജ് മാനേജ്മെന്റ് നൽകുന്ന ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി മറിയം ടീച്ചറോട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായിക്കൊണ്ട് കോളേജ് സ്വീകരിക്കുന്നത് സ്പർശനം. വേണ്ടി മറിയത്തിന് ആദരവോട് ക്ഷണിക്കുന്നു. സ്വീകരിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും NISന്റെ വഴി കോളേജിന്റെ പേരിലും ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത് ഇവർ റിട്ടയർ ചെയ്യുന്ന സന്തോഷം കൊണ്ടല്ല, മറിച്ച് ഒരു നാടിൻ്റെ ചരിത്രം തിരുത്തി എഴുതി മുന്നോട്ട് കുതിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമൊക്കെയാണ്. 30 വർഷത്തിലധികം സേവനം ചെയ്ത 2 പേർ വേർപിരിക്കുകയാണെന്ന് പറഞ്ഞു. 30 വർഷം എന്നുള്ളത് ഈ കാലപ്രവാഹത്തിൽ ഒരു തുള്ളി മാത്രമാണ്. അത് പെയ്തു തീരുമ്പോഴേക്കും അലിഞ്ഞില്ലാതാകും. എന്നാൽ മനുഷ്യായുസിൽ 30 വർഷം എന്ന് പറയുന്നത് ഇന്നത്തെ ആയുർവേദം നേരത്തെ മുരളീധരൻ സാർ പറഞ്ഞതുപോലെ ഒരു 3-1 കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിനോടൊപ്പം സഞ്ചരിച്ച 2 വ്യക്തിത്വങ്ങളാണ് ഇവരെന്ന് പറയുന്നത്. ഇപ്പോൾ കോളേജിനോടൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരുടെ വ്യക്തിപരമായ ചരിത്രമുണ്ട്, അതിൽ ഈ കോളേജിന്റെ ചരിത്രമുണ്ട്, ഈ നാടിന്റെ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. അത് ഇവിടുത്തെ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ
ചാരിതാർത്ഥ്യത്തോടുകൂടി സംതൃപ്തിയോടുകൂടി മറിയം ടീച്ചറൊക്കെ രാവിലെ ഞാൻ നോക്കുകയാണ്, വളരെ പുഞ്ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടിയാണ് ഇവിടുന്ന് വേർപിരിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സംതൃപ്തിയോടെ പോകാൻ പറ്റുക എന്നുള്ളത് ഇസ്മായിൽ മാഷ് എനിക്ക് നേരത്തെ തന്നെ വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽ കൗൺസിൽ ഒരുമിച്ചിരുന്ന ഒരു ബന്ധത്തിൽ വളരെ സംതൃപ്തിയോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജീവിതത്തിൽ എറിക് എറിക്സൺ പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, അത് അവരുടെ അവസാന ഘട്ടമല്ല, മറിച്ച് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു അധ്യാപന ജീവിതം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ, നേരത്തെ മുരളീധരൻ സാർ പറഞ്ഞ പോലെ ചാരുകാസയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമെന്നാണ് പറയുന്നത്. അടുത്ത് പഠനം നടത്തിയ സൈക്കോളജിസ്റ്റുകളും കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ മരണത്തിന് മുമ്പും നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന്. അതുപോലെ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോഴും നമ്മൾ ചാരുകാസയിൽ ഇരുന്നുകൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക്, അതുവരെ ചെയ്ത കർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നിങ്ങൾ വളരെ സംതൃപ്തിയോടെയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രിറ്റി ഫീൽ ചെയ്യുന്ന പറയുന്നത്, അത് വല്ലാത്തൊരു ഈ ലോകവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം എന്നുള്ളതാണ്. ഇതുവരെ ചെയ്തത് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിച്ചു, ഇഷ്ടപ്പെട്ട ജോലി ലഭിച്ചു, ഇഷ്ടപ്പെട്ട ഭാര്യയെ കല്യാണം കഴിക്കാൻ പറ്റി, ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ പറ്റി, ഇഷ്ടപ്പെട്ട രീതിയിൽ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റി, അവർക്ക് നല്ല ജോലി ലഭിക്കുന്നു, അവരെ നല്ല വീട് വെക്കുന്നു, എല്ലാം കൊണ്ടും സംതൃപ്തിയാണെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി ചാരിതാർത്ഥത്തോടുകൂടി ജോലിയിൽ നിന്ന് വേർപിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ചെയ്തതെല്ലാം തെറ്റ്, ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റിയില്ല, ഇഷ്ടപ്പെട്ട ജോലിയെല്ലാം തിരഞ്ഞെടുത്തത്, ഒരു മടുമടുപ്പോടുകൂടി ഒരു നിരാശയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണേണ്ടി വരുന്നതാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് എന്നുള്ളത് ഇവരുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് നേരിട്ട് അനുഭവമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവർ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിരാശയുടെ പ്രശ്നമില്ല. ഞാൻ പുറകിലിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് പറയുന്നത്, കാരണം പിന്നീട് നിരാശപ്പെടാൻ അവസരം ഉണ്ടാകരുത്. കാരണം മരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് നിരാശപ്പെടും. അതിനെക്കുറിച്ച് പഠനം നടത്തിയ ബ്രോണി വേർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, ആശുപത്രിയിലെ ICUവിൽ ജോലി ചെയ്ത ഒരു നഴ്സ്, മരിക്കാൻ പോകുമ്പോൾ വിഷമിക്കുന്ന രോഗികളോട് നിങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു. അവര് ആ കണക്കെടുത്ത് 1000-ലധികം രോഗികളെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷം അവർ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ് പീപ്പിൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് അവർ പറയുന്നുണ്ട്, അവർക്ക് മരിക്കാൻ പോകുന്ന രോഗിക്ക് സമ്പത്തുണ്ട്, മക്കളുണ്ട്, വലിയ വീടുണ്ട്, പക്ഷെ അവർക്ക് സംതൃപ്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണോ ആയിത്തീരേണ്ടത് അതവർ ആയിത്തീരുന്നില്ല എന്നുള്ളതായിരുന്നു അവർ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. അപ്പൊ എന്താണോ ആയിത്തീരേണ്ടത് അത് ആയിത്തീരാൻ വേണ്ടി നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളും അവസാനം ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇസ്മായിൽ മാഷും മറിയം ടീച്ചറും നമുക്ക് നൽകുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ആയിത്തീരേണ്ടത് അതായിത്തീരാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ചടങ്ങിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. നമ്മൾ ഈ നാട് മുഴുവൻ ഇവർക്ക് യാത്രയായിട്ട് നൽകാൻ വേണ്ടി ഇവിടെ വരുന്നു. ആ സ്വാഗത പ്രസംഗം പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അറിയാം ഇവരുടെ ഇവിടുത്തെ സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നാട് മുഴുവൻ ആദരിക്കുക എന്ന സംസ്കാരമാണ്. കാരണം ഒരു മനുഷ്യൻ എത്ര വലുതായാലും ചെറുതായാലും അവരെ ആദരിക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ആ ആദരിക്കൽ, ടു റെസ്പെക്ട് എ മാൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ വളർച്ചയാണ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന് വലിയ വില കൊടുത്തുകൊണ്ട് വലിയ ആദരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു നാട് മുഴുവൻ ആദരവ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേവനം ഈ നാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് എവിടെ നിന്ന് പിരിയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. ഇവര് സ്വർണ്ണക്കാരണ്ടിയുമായി ജനിച്ചവരല്ല, പുതിയ തലമുറയോട് എനിക്ക് പറയാം, ഇവര് അവരുടെ കഠിനാധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ എത്തിയതാണ് ഈ സ്ഥാനത്ത് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എല്ലാ വിജയങ്ങളുടെ അടിസ്ഥാനം കഠിനാധ്വാനമാണ്. അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിയാം. നാദിയ കൊമേച്ചി പറയുന്ന ഒരു റൊമേനിയൻ ജിംനാസ്റ്റ് ഉണ്ട്. അവര് ജിംനാസ്റ്റിക്കിലെ സുവർണ റാണി എന്നാണ് അറിയപ്പെടുന്നത്. ജിംനാസ്റ്റിക്സിന്റെ റാണിയാണ്. കാരണം ഒളിമ്പിക്സിൽ 10ൽ 10 പോയിന്റ് നേടിയിട്ട് ഒരു പെർഫെക്റ്റ് ജിംനാസ്റ്റ് ആയിട്ട് സ്വർണം നേടിയ നാദിയ കൊമേച്ചിയുടെ ജീവിതം ആ റൊമേനിയൻ താരത്തിന്റെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവർ ദിവസം 16 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി പ്രയത്നിക്കുമായിരുന്നു. ഇപ്പൊ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും കഠിനമായ അധ്വാനം വേണം എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് നൽകുന്ന ഒരു ജീവിതം കൂടിയാണ് മറിയം ടീച്ചറുടേതും അതുപോലെ തന്നെ ഇസ്മായിൽ മാഷിന്റേതും. അപ്പോ എനിക്ക് ഉറപ്പുണ്ട് ഇവരുടെ ആയുസ് ഇനി ഒരുപാട് കൂടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നേരത്തെ മുരളീധരൻ സാർ പറഞ്ഞ വളരെ ശരിയാണ്. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആരാണോ അവരുടെ ആയുസ് കൂടും തന്നെയാണ്. ആരും ദൈവം അവർക്ക് ആയുസ് കൂടുതൽ കൊടുക്കും. നിങ്ങൾ നോക്കി രാഷ്ട്രീയക്കാരുടെ ആയുസ് നോക്കിയാൽ അവർക്ക് വളരെ കൂടുതലാണ്. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവർ അവരാണ്. ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളവർക്ക് ആയുസ് കൂടുന്നതാണ്.
അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ കണ്ണീരൊക്കുന്നവരാരാണോ അവരുടെ ആയുസ് കൂടുന്നുള്ളതാണ്. അപ്പം നാട്ടിലെ വിഷമം അനുഭവിക്കുന്നവരെ, വേദനിക്കുന്നവരെ കൂടി ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ, അവരുടെ ഒപ്പം നടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഒരു കണ്ണ് കാണാത്തവനെ ഒരു റോഡ് മുറിച്ച് കിടക്കാൻ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവന് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദലൈലാമ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചവരെയല്ല, മറിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കൂടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണ് നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അങ്ങനെ കൂടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണ് ഈ മറിയം ടീച്ചറും അതുപോലെ തന്നെ ഇസ്മായിൽ മാഷും എന്നുള്ളത് ഉറപ്പുണ്ട് എനിക്ക്. കാരണം ഇവിടെ വന്നിരിക്കുന്ന അവരുടെ ശിഷ്യഗണങ്ങളുടെ സമ്പത്ത് നോക്കുമ്പോൾ ഞാൻ ആദ്യം കരുതുന്നത് ഇസ്മായിൽ മാഷ് പൊതുപ്രവർത്തന രംഗത്ത് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എനിക്കറിയാം. ഞാൻ വന്നു നോക്കുമ്പോൾ അതിനേക്കാൾ അധികം ശിഷ്യ സമ്പത്ത് മറിയം ടീച്ചറെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കില്ല. അതാണ് അധ്യാപകന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഏത് ജോലിയിലും ഇങ്ങനെയുള്ള ഒരു അംഗീകാരം നമ്മൾ കൊടുക്കാറില്ല. അധ്യാപനം കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതാണ്. എൻ്റെ വീട്ടിൽ നന്നായിട്ട് പെയിന്റ് അടിച്ച ആള് പെയിന്റിംഗ് പൂർത്തിയാക്കി പോകുമ്പോൾ ഞാൻ അവർക്ക് ഉപഹാരം കൊടുക്കാറില്ല. എൻ്റെ വീട്ടിൽ നന്നായിട്ട് തോട്ടം ഉണ്ടാക്കിയ ആൾക്ക് ഒരു തോട്ടം പൂർത്തിയാൽ ഉപഹാരം കൊടുക്കാറില്ല. അധ്യാപനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം അതാണ്. നിങ്ങൾ ഇനിയും ആദരിക്കപ്പെടും. കാരണം എന്താ വെച്ചാൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ രോഗി ബന്ധത്തെക്കാൾ അപ്പുറമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ജീവൻ രക്ഷിച്ച ആളായിരിക്കും ഡോക്ടർ, മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച ആളായിരിക്കും. എങ്കിൽ പോലും പിന്നീട് നമ്മൾ ഡോക്ടറെ പോയിട്ട് നിങ്ങളെ എന്നെ രക്ഷിച്ച ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദരം തരാമെന്ന് നമ്മൾ പറയാറില്ല. പക്ഷേ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അധ്യാപകന്റെ ഓരോ നോക്കും ഓരോ വാക്കും അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത ഒരു ആത്മബന്ധമുള്ളത് കൊണ്ട് തന്നെ സംതൃപ്തിയോടുകൂടി ഇന്നീ കോളേജിന്റെ പടി നിങ്ങൾക്ക് ഇറങ്ങാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ റിട്ടയർ ആവുന്നില്ല. എനിക്കറിയാം നിങ്ങൾ വേറെ ഏതോ സ്ഥാപനങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങളെ ബ്രാൻഡാനായിട്ട് ഒരിക്കലും നിങ്ങൾ റിട്ടയർ ചെയ്തില്ല. അങ്ങനെയുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ ഇനിയും നടത്തി വലിയ വലിയ മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്തരമൊരു വേദി എന്നെ ക്ഷണിച്ചതിന് ഈ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസോസിയേഷന്റെ മെമ്മന്റോ നൽകുന്നത് നൽകാൻ വേണ്ടി ഇസ്മായിൽ സാറോട് വിശദമായി അപേക്ഷിക്കുകയാണ്. നൽകാൻ വേണ്ടി അദ്ദേഹത്തോട് ക്ഷണിക്കുകയാണ്. ഈ കോളേജിലെ അധ്യാപകരായ മറിയം ടീച്ചർ, ഇസ്മായിൽ മാഷ് നമ്മളുമായി വിട്ടുതരികയാണ്. പക്ഷേ എത്രയായാലും വളരെയധികം വിഷമത്തോടുകൂടിയായിരിക്കും അവർ ഈ സ്ഥാപനമായി വിട്ടുതരിച്ചു പോകുന്നത്. അവർ എപ്പോഴും നമ്മുടെ ഈ സ്ഥാപനത്തെ ഓർക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് ശക്തിയായ ഒരു ഉപദേശമാണ്. അതിന് പുറമെ നിങ്ങൾ ഇവിടെ നിന്നും ഇത് കഴിഞ്ഞു പോയി അവിടെ വീട്ടിൽ പോയി ഇരുന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗികളായി അകപ്പതിച്ചു പോകും. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ മുന്നിട്ട് വരികയും എന്നും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തര മലബാറിൽ തലകയർത്തി നിൽക്കുന്ന ഒരു അറബി കോളേജ് എന്നുള്ളതറിയാം. കടവത്തൂരിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതറിയാം. ഒരുപാട് മഹാരഥന്മാർ പടുത്തുയർത്തിയ ഒരു സ്ഥാപനം എന്നുള്ളതറിയാം. ഈ സ്ഥാപനത്തിലൊരു ചടങ്ങിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അധ്യാപകന്മാർ കോളേജുമായി ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന രണ്ട് ആളുകളാണ് എന്ന് വിരമിക്കുന്നത്. ഒരുപക്ഷെ സമൂഹത്തിൽ ഒരുപാട് മേഖലകളിൽ സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് എന്ന് നമുക്കറിയാം.
അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അധ്യാപക ജോലി എന്ന് പറയുന്നത്. സമൂഹവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാൻ ഉതകുന്ന ഒരു ജോലിയാണ് അധ്യാപിക ജോലി എന്ന് പറയുന്നത്. തീർച്ചയായും അത് ഉയർത്തിപ്പിടിക്കുവാൻ ഈ പ്രിയപ്പെട്ട 2 അധ്യാപകന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അധ്യാപക ജോലിയോടൊപ്പം സമൂഹത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനേറെ സൂചിപ്പിച്ച കോളേജുമായുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കാണുമ്പോൾ തന്നെ അവരുടെ കോളേജുമായുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് തിരക്കുകളുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന് അവരുടേതായ നിലയിലുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ഒരുപാട് ബന്ധങ്ങൾ അവർക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും ഈ 2 മഹൽ വ്യക്തികൾക്ക് വരും നാളുകളിൽ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കാനും സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിനും ഈ വിരമിക്കുന്ന പ്രിയപ്പെട്ട 2 അധ്യാപികമാർക്കും എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രാമണി. ഈ മേഖല നൽകിയിരിക്കുന്നത് ജാഫർ ആൻഡ് ഫിൽമാണ്. അടുത്തതായിക്കൊണ്ട് സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ കോളേജുമായി വളരെ ആത്മബന്ധമുള്ള 2 അധ്യാപകരാണ് റിട്ടയർഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഇസ്മായിൽ മാഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ കോളേജിന് അംഗീകാരം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന അധ്യാപകനാണ്. തുടർന്ന് കോളേജിന് അംഗീകാരം കിട്ടിയ സമയത്ത് ഇവിടെ ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. അതിനുശേഷം PG പൂർത്തിയാക്കി അറബിക് അധ്യാപകനായി ജോലി ചെയ്യുകയും അറബിക് പ്രൊഫസറായി ജോലി ചെയ്യുകയും പിന്നീട് പ്രിൻസിപ്പാളായി, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ കോളേജിൽ അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മറിയ ടീച്ചർ, നമ്മുടെ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 ജില്ലകളിൽ നിന്ന് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിലുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുള്ള ഒരു കോളേജാണ്. പലപ്പോഴും ചില ആളുകളൊക്കെ കടവത്തൂര കോളേജിൻ്റെ കൂടെ മറിയ ടീച്ചറുടെ കോളേജ് എന്ന് ചേർത്ത് പറയാറുണ്ട്. അങ്ങനെ ചില ആളുകൾ ഈ കോളേജിനെ പരിചയപ്പെടുത്താറുണ്ട്. അത്രയും ആത്മബന്ധമുള്ള ഒരു ടീച്ചറാണ് ഇന്ന് സർവീസിൽ നിന്ന് പിരിയുന്നത്. 2 പേരും പൊതുരംഗത്തും സജീവ സാന്നിധ്യമുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്മായിൽ മാഷ് 3ാമത്തെ ടേമാണ് പഞ്ചായത്ത് പ്രതിനിധിയായിട്ടുള്ളത്. അതുപോലെ തന്നെ മറിയ ടീച്ചർ ദൗത്യ മേഖലയിലും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ മേഖലയിലൊക്കെ സജീവ സാന്നിധ്യമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ വിശ്രമ ജീവിതം ഏതായാലും വിശ്രമമാവില്ല, കൂടുതൽ സജീവമാകാനാണ് സാധ്യത. എല്ലാവിധ ദീർഘായുസ്സും ആഫിയത്തും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ള എൻ്റെ ഗുരുനാഥന്മാർ കൂടിയായിട്ടുള്ള ഇസ്മായിൽ സർ, അതുപോലെ തന്നെ മറിയ ടീച്ചർ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, സഹോദരന്മാർ, ഇനി വിശദമായി സംസാരിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. യാത്രയപ്പ് ഏറ്റുവാങ്ങുന്നവരുടെ പ്രതിവചനങ്ങൾക്ക് കാത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന, ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് 31 വരെ അവർ നമ്മുടെ കൂടെ ഉണ്ട്. ഔപചാരികമായി ഇന്ന് നമ്മൾ യാത്രയപ്പ് നൽകുകയാണ്. ഈ 2 പ്രമുഖരായ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥന്മാർ കൂടിയാണ് 2 പേരും.
ബഹുമാനനായ ഇസ്മായിൽ സാറ് അദ്ദേഹം നമ്മുടെ കോളേജിൻ്റെ പുരോഗതിയുടെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ബാധ്യതയും നിർവഹിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രൂപത്തിലാണ് ബഹുമാന്യയായ മറിയ ടീച്ചറും ഈ കോളേജിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും പടിയിറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അറബിക് കോളേജുകൾ ഒരു കാലത്ത് സമൂഹത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് നിമിത്തമായി മാറിയിരുന്ന ഒരു ചുറ്റുപാടിലാണ്. ആ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച എണ്ണം പറഞ്ഞ കോളേജുകളിൽ ഒരു കോളേജാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ കൂടി അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഈ നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജ് എന്ന് പറയുന്ന കോളേജ്. ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രതിഭകൾ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, നവോത്ഥാന രംഗങ്ങളിലൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഭാഗധേയം ഭംഗിയായി നിർവഹിച്ചു വരുന്നു എന്നറിയുമ്പോൾ ഈ കോളേജ് ശ്രദ്ധേയമായി മാറുകയാണ്. കോളേജിൻ്റെ ചരിത്രം തന്നെയാണ് ഇന്ന് യാത്രയാകുന്ന രണ്ട് ബഹുമാന്യരായ അധ്യാപകർക്കും ഉള്ളത് എന്നുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്. അപ്പോൾ ഇസ്മായിൽ സാറ് അതുപോലെ തന്നെ മറിയ ടീച്ചർ ഇവർ രണ്ടുപേരും കോളേജിൻ്റെ മുന്നേറ്റത്തിൻ്റെ പുരോഗതിയുടെ ഒരു പ്രത്യേകമായ ഘട്ടത്തിലാണ് ഔപചാരികമായി ഇവിടെ നിന്ന് യാത്രയാവുന്നതെങ്കിലും രണ്ടുപേരും ഈ സ്ഥാപന പരിസരത്ത് തന്നെ താമസിക്കുന്നവരും സ്ഥാപനവുമായി എല്ലാ അർത്ഥത്തിലും ചേർന്ന് നിൽക്കുന്നവരുമായതുകൊണ്ട് ഇനിയും ഏറെ കാലം ഇവരുടെ സേവനങ്ങൾ ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനുള്ള അവസരങ്ങളുമുണ്ട്. ഗസ്റ്റ് ഫാക്കൽറ്റീസായി അവർക്ക് വേണമെങ്കിൽ ഇതേ സ്ഥാപനത്തിൽ തന്നെ തുടരാവുന്ന സാഹചര്യവും നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മറിയ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ മാതാവിൻ്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ടീച്ചറിൽ നിന്ന് പകർന്നു കിട്ടാറുള്ളത്. ഇന്നും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആ രൂപത്തിൽ തന്നെ ടീച്ചറെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ അത് ഒരു അധ്യാപിക എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, സന്തോഷദായകമാണ് എന്നുകൂടി ചേർത്ത് പറയുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ 56ാമത്തെ വയസ്സിലുള്ള ഈ പടിയിറക്കം ശരിക്കു പറഞ്ഞാൽ ഒരു അധ്യാപകന്റെ ഏറ്റവും പ്രസക്തമായ കാലഘട്ടമാണ് ഈ പ്രായം എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊന്നും തന്നെ 56 ഒരു പടിയിറക്കമില്ല. എത്ര കാലം, എന്തുമാത്രം കാലം അവർക്ക് വിദ്യാർത്ഥികൾക്ക് സംഭാവനകൾ അർപ്പിക്കുവാൻ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ അത്രയും കാലം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അധ്യാപകരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനവും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ കൂടി ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന ഈ ബഹുവന്യരായിട്ടുള്ള ഗുരുനാഥന്മാർക്ക് എൻ്റെയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എല്ലാം സ്നേഹമായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റു വേദിയിലുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇന്നത്തെ ഈ യാത്രയപ്പ് നൽകുന്ന രണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കോളേജിൻ്റെ എല്ലാ കിതപ്പിലും കുതിപ്പിലും ഒപ്പം നിന്ന അറബിക് കോളേജിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വിദ്യാർത്ഥിയായി പഠിച്ച് അൺഎയ്ഡഡ് മേഖലയിൽ അധ്യാപകനായി അതുപോലെ തന്നെ അധ്യാപികയായി പ്രവർത്തിച്ച് നമ്മളിലൊരുവരായി നമ്മോടൊപ്പം നിന്ന പ്രിയങ്കരായ രണ്ട് അധ്യാപകരുടെ യാത്രയപ്പാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവരെക്കാളേറെ ദുഃഖം നമുക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ യാത്രയപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഈ 5 വർഷക്കാലം ഞാൻ ഇവരോടൊപ്പം നിന്ന് ഒരു മാനേജർ എന്ന നിലയിൽ ഈ കോളേജിൻ്റെ എനിക്കേറെ ചാരിതാർത്ഥ്യം നൽകുന്നത് അവർ പടിയിറങ്ങുമ്പോൾ ഈ മനോഹരമായ ഈ ഹാളിൽ വെച്ച് നൽകാൻ കഴിഞ്ഞു മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് എന്നുള്ളതാണ്
ഈ 5 വർഷത്തെ കാലയളവിലെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വളരെ ശൈശവ ദിശയിൽ തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ഉന്നതിയിലേക്ക് പോകേണ്ട ഒരു ഘട്ടത്തിലാണ് ഈ അറബിക് കോളേജ്. ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് എന്നുള്ളതും ബഹുമാന്യനായ നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പറും നമുക്ക് ഏറെ ഈ കോളേജിന് വേണ്ടി നമ്മോടൊപ്പം നിന്ന് കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ 2-3 കോഴ്സുകൾക്കൊക്കെ ഇൻസ്പെക്ഷൻ തന്ന അംഗീകാരം തന്ന മഹൽ വ്യക്തിത്വമാണ് നമുക്ക് ഇന്ന് മുഖ്യമന്ത്രിയായി കിട്ടിയിട്ടുള്ളത്. വീണ്ടും എൻ്റെ റിക്വസ്റ്റ് അഷ്റഫ് സാറിനോട് ഈ കോളേജിൻ്റെ ഇനിയുമോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ PG കോഴ്സിന് വേണ്ടി പെർമനൻറ്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ നമുക്ക് അന്ന് തരാതെ ആയിപ്പോയത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ക്ലാസ് റൂമുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് അതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ അതിൻ്റെ അംഗീകാരം കൂടി നിങ്ങൾ വാങ്ങിച്ചു തരണമെന്ന് കൂടി ഈ വേദിയിൽ വെച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൽ സാറോടും അതുപോലെ തന്നെ മറിയ ടീച്ചറോടും പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ കോളേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ശൈശവ ദിശയിൽ നിങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നാക് പോലുള്ള അക്രഡിയേഷനും ഒരുപാട് സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇസ്മായിൽ മാഷ് ഇപ്പം തന്നെ കോളേജിൻ്റെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചറുടെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. ഞങ്ങളോടൊപ്പം ഈ കമ്മിറ്റിയോടൊപ്പം നിന്നുകൊണ്ട് നമുക്കിതൊരു വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കണം. അതിന് നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ 2 പേർക്കും യാത്രയപ്പ് നൽകിയാലും ഈ നാട്ടിലെ എല്ലാ പ്രവൃത്തിയിലും ഇസ്മായിൽ മാഷ് സജീവ രാഷ്ട്രീയത്തിലും അതുപോലെ പൊതുരംഗത്തുള്ളത് കൊണ്ട് തന്നെ റിക്വയർമെൻ്റ് ഇല്ല. അതുപോലെ തന്നെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എപ്പോഴും ഈ രംഗത്ത് തന്നെയാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ദേവത്വം അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ്സും മറ്റു ക്ലാസ്സുകളെല്ലാം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഏതായാലും റിട്ടയർമെൻ്റ് ഇല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. വീട്ടിലിരിക്കാതെ വീണ്ടും നിങ്ങൾ ഈ സജീവമായിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിട്ടുപിരിയുന്നതിൽ ഒരുപാട് സങ്കടമുള്ള ഒരു ക്യാമ്പസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ചടങ്ങും. അതുപോലെ തന്നെ ഉപഹാരങ്ങൾ നിങ്ങൾ കാണുന്നില്ല, വന്നുകൊണ്ടേയിരിക്കുക. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ട് 2 ഷെൽഫ് നിങ്ങൾ 2 പേരുണ്ടാക്കേണ്ടി വരും. അതുപോലെ ഉപഹാരങ്ങളും അതുപോലെ തന്നെ ഈ വേദിയെല്ലാം കാണുമ്പോൾ അവരോടുള്ള ആ സ്നേഹവും കിടപ്പാടും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥികളും നാട്ടുകാരിൽ നിന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയും ഒരുപാട് കാലം ആയുസ്സോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി ഈ പൊതുസമൂഹത്തിലും നമ്മുടെ ഈ കോളേജിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹ ബഹുമാനങ്ങളുള്ള നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ അഷ്റഫ് സാർ, സ്റ്റേജിലുള്ള മാനേജർ AC ഇസ്മായിൽ സാർ, അബ്ദുൽ ജലീൽ ഓദായി, നാം ഇന്ന് യാത്ര അയക്കുന്ന പ്രിൻസിപ്പൽ ഇസ്മായിൽ സാർ, പ്രൊഫസർ മറിയ ടീച്ചർ, ഇവർ 2 പേരെയും യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കോളേജിൻ്റെ 1995 ചരിത്രത്തിലേക്കാണ് എൻ്റെ ശ്രദ്ധ നീങ്ങുന്നത്. കേരള ഗവൺമെൻറ് ഈ കോളേജിന് അംഗീകാരം നൽകുകയും പ്രിൻസിപ്പലായി മാനേജിംഗ് കമ്മിറ്റി എന്നെ നിയമിക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് താങ്ങും തണലുമായി ഒരു ക്ലർക്കിനെ കിട്ടിയിരുന്നു. അതാണ് ഇസ്മായിൽ മാസ്റ്റർ. അന്ന് ബലാഷ്ഠതകളിൽ നിന്ന് ഈ കോളേജിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇസ്മായിൽ മാസ്റ്ററുടെ സേവനം അതൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങൾക്കറിയാം, ഈ കോളേജിൻ്റെ തുടക്കത്തിൽ ഓഫീസ് പ്രവർത്തനം രാത്രി 10 മണി വരെയൊക്കെ ആയിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത്.
അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ ഇസ്മായിൽ മാസ്റ്ററുടെ സേവനം ഈ സ്ഥാപനത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രയാണം ക്ലർക്കിൽ നിന്ന് അധ്യാപകനായി പിന്നീട് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിനും നാട്ടിനും അഭിമാനമാണത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതേപ്രകാരം തന്നെ മറിയ ടീച്ചർ പൂർവ്വ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേരാണ് മറിയ ടീച്ചറുടേത്. ഏകാധ്യാപിക, ഏറെ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക്, ഒരു ലേഡീസ് ഹോസ്റ്റൽ കൂടി ഉള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു ലേഡി ടീച്ചറുടെ അനിവാര്യത അത് പറയേണ്ടതില്ലല്ലോ. അത് നികത്താൻ എപ്പോഴും മറിയ ടീച്ചർ ഉണ്ടായിരുന്നു എന്നത് എൻ്റെ പ്രിൻസിപ്പൽ ജീവിത കാലഘട്ടത്തിൽ എനിക്ക് എപ്പോഴും ഓർക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ലേഡീസ് ഹോസ്റ്റലിലേക്ക് അധ്യാപകരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പല രംഗങ്ങളിലും പറഞ്ഞയക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു ടീച്ചർ ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നത് സ്റ്റാഫിനും പ്രിൻസിപ്പൽക്കുമൊക്കെ എന്നും സമാധാനമായിരുന്നു. മറിയ ടീച്ചറുടെ അഭാവം നുസ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ മാനേജർ സൂചിപ്പിച്ചതുപോലെ ടീച്ചറുടെ സേവനം ഇനിയും ഈ സ്ഥാപനത്തിന് അനിവാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ലേഡീസ് ഹോസ്റ്റൽ കൊണ്ടു നടക്കുക എന്നത് കോളേജിനേക്കാളേറെ ഭാരമാണ്. അത് കൃത്യമായ അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് താങ്ങും തണലുമായി ഒരു ടീച്ചർ ഇല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ശ്രദ്ധിക്കുമെന്നത് ഉറപ്പാണ്. അതിന്റെ എല്ലാ രംഗങ്ങളിലും സജീവമായി ടീച്ചർ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് വലിയ സമാധാനം നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചറുടെ അഭാവം സ്ഥാപനത്തിന് തീരെ നഷ്ടമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഈ വൈകിയ വേളയിൽ പൂർവ്വകാല ചരിത്രത്തിലേക്കേറെ നീങ്ങുന്നില്ല. യാത്രയക്കപ്പെടുന്ന ഇസ്മായിൽ മാസ്റ്റർക്കും മറിയ ടീച്ചർക്കും അവരുടെ ഭാവി ജീവിതം സന്തോഷകരവും സമാധാനപരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് എന്നതുകൊണ്ട് ഒരു ദുഃഖത്തിന്റെ, ഒരു വേർപാടിന്റെ പ്രശ്നം ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, നാട്ടുകാരായതുകൊണ്ട് നുസ്രത്തിനൊപ്പം നിൽക്കാൻ എപ്പോഴും അവർക്ക് അവസരവുമുണ്ട്. അല്ലാഹു അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം ഇതിനേക്കാളേറെ സേവനം ചെയ്യാനുള്ള അവസരമായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇങ്ങനെയൊരു അവസരം നൽകിയ ഈ പരിപാടിയുടെ സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാനേജർ, ബഹുമാനപ്പെട്ട ജലീൽ ജലീലുമായി, ബഹുമാനപ്പെട്ട മുൻ പ്രിൻസിപ്പൽ സാർ, മറിയം ടീച്ചർ, മറ്റ് അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികൾ, ഇസ്മായിൽ സാറും നമ്മൾ ഈ ഒരവസരത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ കെ മുരളീധരൻ വന്നു, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ വന്നു. വളരെ ഒരു ആഘോഷപൂരിതമായ ഒരവസ്ഥയായിരുന്നു ഇന്ന്. എന്നാൽ നാളെ അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം ഉണ്ടായേക്കുന്ന ആവുന്ന ഒരു അവസ്ഥയെ ആലോചിച്ചാണ് ഞാനിപ്പോൾ വിഷമിക്കുന്നത്. ജൂൺ 1 ഈ കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ, വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, ഇസ്മായിൽ സാറും മറിയം ടീച്ചറും ഇല്ലാത്ത ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോൾ എത്രമാത്രം ശൂന്യമായിരിക്കും ഈ ക്യാമ്പസ് എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയും നിറഞ്ഞു നിന്നിരുന്ന രണ്ടുപേരായിരുന്നു ഞങ്ങളുടെ കൂടെ. ഞാനിവിടെ കോളേജിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ, നേരത്തെ മുൻ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ, ഞങ്ങൾ എല്ലാത്തിനും സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം ഒന്നിച്ചുകൊണ്ട് നേരിടുകയും ആസ്വദിക്കുകയും ചെയ്ത ആൾക്കാരായിരുന്നു നിങ്ങൾ. ഏതായാലും
ഇതൊക്കെ അനിവാര്യതകളാണ്. പിരിഞ്ഞു പോവുക എന്നുള്ളത്, വിരമിക്കുക എന്നുള്ളത് ജോയിൻ ചെയ്താൽ പിന്നെ അനിവാര്യതയാണ്, പോകാതിരിക്കാൻ കഴിയില്ല. വിശ്രമ ജീവിതം എന്നാണ് സാധാരണ പറയാറുണ്ടെങ്കിലും ഇസ്മായിൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വിശ്രമമില്ലാത്ത, ഇതിലും തിരക്കേറിയ ദിനങ്ങളാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. മുമ്പായിരുന്നെങ്കിൽ കോളേജിൽ വരുമ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കുന്ന പിരീഡുകളെങ്കിലും മൂപ്പർക്ക് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, ഒരു മുഴു സമയ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം സമൂഹത്തിന് നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് സത്യമാണ്. മറിയം ടീച്ചറും അതുപോലെ തന്നെ മത പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഞാൻ ഈ വൈകിയ വേളയിൽ ഏറെയൊന്നും പറയുന്നില്ല. മറിയം ടീച്ചർക്കും ഇസ്മായിൽ സാറിനും റിട്ടയർമെന്റ് ജീവിതം സുഖകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി ഈ പരിപാടിയുടെ തുടങ്ങുന്നതിന് വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ അഷ്റഫ് സാർ, ജലീൽ സാർ, അബ്ദുൽ ഹമീദ് മദനി, നമ്മുടെ മാനേജർ ഇസ്മായിൽ സാർ, വേദിയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇന്ന് നമ്മൾ യാത്രയായിട്ട് നിൽക്കുന്ന ഇസ്മായിൽ സാറ്, മറിയ ടീച്ചർ, സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ ഒന്നും ദീർഘമായി സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ യാത്രയപ്പ് നൽകുന്ന നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇസ്മായിൽ സാറ്, മറിയ ടീച്ചർ, അവരെക്കുറിച്ച് ഇനി ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള സേവന മുദ്രകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന നൽകിയ രണ്ട് പ്രിയപ്പെട്ട അധ്യാപകരാണ് ഇന്ന് നമ്മോട് യാത്ര ചോദിക്കുന്നത്. അള്ളാഹു അവർക്ക് ഈ റിട്ടയർമെന്റിന് ശേഷവും വളരെ സന്തോഷദായകമായ ഒരു ജീവിതം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പിന്നെ റിട്ടയർമെന്റ് എന്നത് തികച്ചും ഒരു സാങ്കേതികത്വമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിന് പുറത്തും വിശാലമായി വളരെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് നിർവഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് റിട്ടയർമെന്റിലൂടെ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും അവർക്ക് അള്ളാഹു വളരെ നല്ല ഒരു ജീവിതം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം വളരെ വൈകിയിട്ടുണ്ട്. ബിഷപ്പിൻ്റെ വെള്ളിയാളം മറ്റൊരു ഭാഗത്തുമുണ്ട്. 1-2 മിനിറ്റുകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹപാഠികളെ, സർക്കാർ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ് സർവീസിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത്. 56 വയസ്സ് പൂർത്തിയാകുമ്പോൾ പോകണം പുറത്ത് എന്നുള്ളത് തന്നെയാണ് ജീവിത രീതി. ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ്, ഒന്നാമത്തെ ഒപ്പിടുന്ന ദിവസം തന്നെ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റും രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഇവർ വൃദ്ധരായതുകൊണ്ടോ വാർദ്ധക്യമായതുകൊണ്ടോ സർവീസിൽ നിന്ന് പിരിയുന്നതല്ല, അത് സർക്കാരിൻ്റെ ഒരു അനിവാര്യത മാത്രം. ഞാനും ഇവരൊക്കെ സഹപ്രവർത്തകരല്ലെങ്കിലും സഹപാഠികളാണ്. ഈ വിദ്യാലയത്തിൽ പഠിച്ചവരാണ് ഞങ്ങളൊക്കെയും. മറിയ ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. എൻ്റെ തൊട്ട് സീനിയർ ക്ലാസ്സിലായിരുന്നു ഇസ്മായിൽ സാറ് പഠിച്ചിട്ടുള്ളത്. കൂടുതൽ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യ പകർന്നു കൊടുക്കുകയും ഒരുപാട് കാലം ജീവിതത്തിൽ വിദ്യ നുകർന്നു കൊടുക്കുകയും ചെയ്ത 2 മഹാരഥന്മാരാണ് സർവീസിന് വിരമിക്കുന്നത്. ഭാഷണം നീട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവിധ ആയുരാരോഗ്യവും ഭാവി ഭാസുരമായ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇരുവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു വേളയിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിയ വേളയിൽ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ ഒരു വ്യക്തിബന്ധം രണ്ടുപേരോടുണ്ടെങ്കിലും 2.5 വർഷത്തെ സഹപ്രവർത്തകരായിട്ടുള്ള ബന്ധമാണെങ്കിൽ ആ ഒരു കാലയളവിൽ ഏറെക്കുറെ എല്ലാ നിലക്കും ഒരു പോരായ്മകളുമില്ലാതെ എല്ലാവിധത്തിലുമുള്ള സപ്പോർട്ടും നൽകിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണ നൽകിക്കൊണ്ടുള്ള 2 പ്രഗത്ഭരായ അധ്യാപകന്മാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ഗുണം തന്നെ സ്വന്തം മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സ്വന്തം മക്കളായി കാണുമ്പോൾ മാത്രമാണ് ഒരു അധ്യാപകൻ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു രണ്ടുപേരും നമ്മളോടും ഇവിടുത്തെ വിദ്യാർത്ഥികളോടുമൊക്കെ പ്രവർത്തിച്ച് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. മറിയ ടീച്ചറായാലും ഇസ്മായിൽ സാറായാലും എല്ലാവർക്കും തന്നെ ഒരു രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു വേളയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ല. തീർച്ചയായും നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു റീടയർമെന്റ് ഫംഗ്ഷനാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാനേജ്മെന്റ് സൂചിപ്പിച്ചതുപോലെ അവരിവിടെ ഔപചാരികമായ ഒരു പിരിവ് ഇവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ NISന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുവാനും നേതൃത്വം നൽകുവാനും ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് അവരെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു റീടയർമെന്റ് ആണ്. ഇതുവരെയുള്ളവർ ഓടിക്കൊണ്ടിരിക്കുന്ന ടയറുകളൊക്കെ മാറ്റി പുതിയ ടയറുകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ കരുത്തോടുകൂടി, കൂടുതൽ ആരോഗ്യത്തോടുകൂടി, കൂടുതൽ സജീവമായി ഈ സ്ഥാപനത്തെ ഇതിന്റെ ഉന്നതിയിലേക്ക് ഇനിയും ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന കരുത്തരായ 2 പേരാണ്. അതിനവർക്ക് കൂടുതൽ ആരോഗ്യവും ആഫിയത്തും സർവശക്തനായ തമ്പുരാൻ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. റിട്ടയർമെന്റ് ചെയ്യുന്ന ഇസ്മായിൽ സർ, മറിയ ടീച്ചർ, മറ്റ് വേദിയിലുള്ള വിദ്യാർത്ഥിനികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, അധ്യാപകരെന്നൊക്കെ ഈ കോളേജിൽ നിന്ന് 27-25 വർഷത്തിൻ്റെ സർവീസിന് ശേഷം വിരമിക്കുന്ന ഇസ്മായിൽ സാറിനും മറിയ ടീച്ചർക്കുമുള്ള യാത്രാർത്ഥ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിപാടിക്ക് എൻ്റെ പേരിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ കോളേജിലെ അക്കൗണ്ടിംഗ് സ്റ്റാഫിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദരണീയായ ഇന്നത്തെ വിശിഷ്ടാതിഥി കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഷ്റഫ് സർ, മാനേജർ പാറാൽ മുൻ പ്രിൻസിപ്പൽ ജലീൽ, വിദ്യാർത്ഥികളെ, സഹപാഠികളെ, ഞങ്ങളുടെ പ്രിയ ഗുരുനാഥന്മാർ പ്രൊഫസർ ഇസ്മായിൽ സർ, പ്രൊഫസർ മറിയം അനുവാരിയ സർവീസിൽ നിന്ന് പിരിയുന്ന സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവർ നമുക്ക് നൽകിയ അറിവിൻ്റെ വിളക്കുകൾ അത് അണയാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്. അത് കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്നതാണ് അവരുടെ ഭാവി ജീവിതം ആയുരാരോഗ്യത്തോടെ തീരട്ടെ എന്ന് സർവശക്തനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യൂണിയന്റെ സകല ഭാവങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വടകര പാർലമെന്റ് മണ്ഡലം MP സുരേന്ദ്രൻ സാർ,
നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ ടി പി അഷ്റഫ്, ഈ പരിപാടി അധ്യക്ഷം വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നസീമ ചമ്മാണി, ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള, മാനേജർ എസ് പി ഇസ്മായിൽ, സ്റ്റേജിലുള്ള പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ജലീൽ, പ്രൊഫസർ എൻ കെ അഹമ്മദ് മദനി, ഡോക്ടർ അബ്ദുൽ ഹമീദ് സർ, പ്രൊഫസർ സലീം സർ, സഹപ്രവർത്തകരായ മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട മറിയ ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, ഇപ്പോഴുള്ള വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, സമയം അപ്രതീക്ഷിതമായി വളരെ വൈകിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എങ്ങനെ പറയണം, എന്ത് പറയണമെന്നതിനെ പറ്റി ഇനി പിടിപാട് കിട്ടുന്നില്ല. കാരണം നേരത്തെ അസഫ് സാർ പറഞ്ഞ പോലെ വളരെ സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ കെ മൊയ്തു മാസ്റ്റർ പറഞ്ഞ പോലെ നമുക്ക് പ്രയാസമുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഫ്രീ ടൈം കിട്ടുക എന്നുള്ളതാണ്. കാരണം കോളേജിൽ 4 മണി വരെ കോളേജിൽ അവിടെ നിന്ന് പഞ്ചായത്ത് ഇല്ലെങ്കിലൊക്കെ ആകുമ്പോൾ ആരോഗ്യവും കുറച്ച് പ്രയാസമാണ്. പ്രായമായിട്ടുണ്ട്, പിന്നെ ഒരു ഷുഗർ പേഷ്യൻറ്റുമാണ്. അപ്പോൾ ടെൻഷൻ ഇങ്ങനെ, അപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടും എന്നുള്ള ഒരു ആശ്വാസം, ഒരു സന്തോഷമുണ്ട്. അതോടൊപ്പം ഈ കോളേജുമായിട്ട് ഔദ്യോഗികമായി വേർപിരിയുമ്പോഴുള്ള ഒരു പ്രയാസം. കാരണം വിദ്യാർത്ഥികളുടെ ആ സ്നേഹം കാണുമ്പോൾ അത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. ചിലപ്പോൾ വല്ലാതെ ചൂടാകാറുണ്ട്. ചൂടാക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കോളേജിലേക്ക് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ കിട്ടിയില്ല, മറ്റേടത്ത് പട്ടി കടിച്ചിട്ട് മറ്റേടത്ത് അങ്ങനെ ഇങ്ങനെ. അത് ആ ചൂടോടുകൂടിയാൽ വരിക കോളേജ് വന്നിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ കുട്ടികൾ ചിലപ്പോൾ ബുക്കെടുത്തിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം അവിടെ ഓരോരുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ അന്ന് ചൂടുള്ള ദിവസമാണ്, അന്ന് ടെൻഷൻ്റെ ഒരു പ്രഷറുള്ള ദിവസമാണ്. ഇതൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു കിട്ടുമെന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഈ സ്നേഹം കാണുമ്പോൾ വേറെ പിരിയുമ്പോഴുള്ള ആ പ്രയാസം ഏതായാലും ബഹുമാനപ്പെട്ട അഷ്റഫ് സാർ വീണ്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് വന്നത്. ഞാൻ കുറേ മുമ്പൊക്കെ 1-2 പരിപാടിയൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അല്ല ഇന്നെങ്കിലും വന്നതിലുള്ള സന്തോഷമുണ്ട്. കാരണം പരിപാടി കഴിയുന്നത് വരെ ഇവിടെ നിൽക്കാൻ അദ്ദേഹത്തെ സന്മനസ് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ സ്ഥാപനത്തിൻ്റെ കേസായ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പലാണ്, സിൻഡിക്കേറ്റ് മെമ്പറാണ്. അതൊക്കെ ഒരുപാട് പരിപാടികൾ, ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. ഇതിനിടയിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഇവിടെ നമ്മോട് കാണും. അത് സന്തോഷമുണ്ട്. ഇദ്ദേഹത്തെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ വിദ്യാർത്ഥി ജീവിതം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതം തോന്നും. ഞാൻ 7ാം ക്ലാസ് കടവൂർ വെസ്റ്റ് യു പി സ്കൂളിൽ പഠിച്ചിട്ട് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പ്രിലിമിനറി ഫൈനലിനാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് നേരെ അറബി കോളേജിൽ എൻട്രൻസിന് പ്രായം കുറഞ്ഞുകൊണ്ട് 2 വർഷമല്ല 3 വർഷം എടുത്ത്. അന്ന് ഒരു ഏജ് പ്രശ്നമുണ്ട്. ഏജ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ എൻട്രൻസ് എഴുതാൻ പറ്റും. ഇപ്പോൾ 2 കൊല്ലത്തും 3 കൊല്ലം പഠിച്ച് എൻട്രൻസ് പാസ് അതിന് പ്രിലിമിനറി കഴിഞ്ഞു. അന്ന് SLC വേണ്ട, എൻട്രൻസ് എഴുതാനും പ്രിലിമിനറി എഴുതാനൊന്നും SLC നിർബന്ധമില്ല, വേണ്ടത്. അപ്പോൾ പ്രിലിമിനറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി SLC എന്നൊരു ബേസിക് ക്വാളിഫിക്കേഷൻ പോകാം. മറിയ ടീച്ചർ അതുപോലെ എനിക്ക് അഹമ്മദ് മദനിയൊക്കെ കുളിക്കലും നമുക്ക് പഠിക്കാൻ പോയി. മറിയ ടീച്ചർ മോങ്ങത്ത് പോയി. ഞാൻ പോയത് ചൊക്കളി നളന്ദ കോളേജിലാണ്, SLCക്ക് മാത്രം. അതിൽ 8-9 ക്ലാസ് ഹൈസ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ നളന്ദ കോളേജിൽ ചൊക്കളിയിൽ വളരെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് കോളേജാണ്. അവിടെ നിന്ന് SLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ചൊക്കളി ടൗണിലൊക്കെ ബോർഡുകൾ വന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ബോർഡുകൾ ഇങ്ങനെ ഫോട്ടോ വെച്ചു. അന്ന് ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ വലിയ വിലയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അറബി കോളേജിലേക്കല്ല തിരിച്ചു വന്നത്. നമ്മൾ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഫസ്റ്റ് തന്നെ സീറ്റ് കിട്ടി സയൻസ് ഗ്രൂപ്പിൽ.
പ്രീ ഡിഗ്രി കഴിഞ്ഞ് അന്ന് +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറബി കോളേജിലേക്ക് തിരിച്ചു വന്നില്ല. പിന്നെ പോയത് മാഹി ഗവൺമെൻറ് കോളേജിലാണ്. അവിടുന്ന് BSc ഫിസിക്സിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോളേജിലേക്ക് അന്ന് ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രിലിമിനറിക്ക് ഇംഗ്ലീഷ് ഉൾപ്പെടുത്തി. ഉൾപ്പെടുത്തിയപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആൾ വേണം. അപ്പോൾ ബഹുമാനപ്പെട്ട മർഹൂം നമ്മുടെ ഉസ്താദ് എടപ്പാറ പറഞ്ഞ് ഇംഗ്ലീഷ് എടുത്തു കൊടുക്കുന്ന കുട്ടിയൊക്കെ അങ്ങനെ ഈ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു 6 വർഷം ഇംഗ്ലീഷ് അധ്യാപനത്തിൽ പോയി. അതിനിടയ്ക്ക് അബ്ദുൽ ഇനി കാലിക്കറ്റിൽ വന്ന് റാങ്കോട് കൂടിയാണ് പാസ്സായത്. 3rd റാങ്ക് ഉണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിനിടയ്ക്ക് PG MA അറബിക്ക് അലീഗർ യൂണിവേഴ്സിറ്റിയിൽ അലീഗറിലൊക്കെ പോയി ഒരു 1-2 മാസമൊക്കെ അവിടെ എക്സ്പീരിയൻസ് അല്ലേ. അവിടെ നിന്ന് എനിക്ക് ഒന്നൊരു 85-90% മാർക്കോട് കൂടിയാണ് PG പാസ്സായത്. അങ്ങനെയാണ് ഞാൻ 95 കോളേജ് അംഗീകരിച്ചപ്പോൾ പിന്നെ MA ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് എടുക്കാൻ പറ്റൂ. ഞാൻ ക്ലർക്കായി ബഷീർ മാസ്റ്റർ ഇംഗ്ലീഷ് അധ്യാപകനായി. പിന്നെ ഒരു 5 വർഷം ക്ലർക്കായി. 2000-ലാണ് ഞാൻ അറബിക്ക് അധ്യാപകനായിട്ട് കോളേജിൽ തന്നെ വരുന്നത്. 2000. ഇപ്പോൾ 2019 പ്രിൻസിപ്പൾ ചാർജ് തന്നു. അപ്പോൾ ഈ കോളേജിലെ എല്ലാ തസ്തികളിലും ഞാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ മേന്മ പറയുകയില്ല. ഇതാണ് എൻ്റെ ജീവിതം. അതിനിടയ്ക്ക് മടപ്പള്ളി കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ പ്രശസ്തമായ കോളേജാണ്. എല്ലാ പ്രീ ഡിഗ്രിക്ക് സീറ്റ് കിട്ടി. അവിടെ ബാച്ച് എന്ന് പറഞ്ഞാൽ രാവിലെ 80 കുട്ടികളുടെ ഒരു ബാച്ച് ഷിഫ്റ്റാണ്. ഉച്ചയ്ക്ക് ശേഷം വേറെ ഷിഫ്റ്റ്. ഇപ്പോൾ കടവത്തൂർ നിന്ന് മടപ്പള്ളി കോളേജിലേക്ക് കുറഞ്ഞ ബസ്സുകൾ വരും. ബസ് കിട്ടില്ല. 8:30 മണിക്കാണ് ആദ്യത്തെ ഷിഫ്റ്റ്. എങ്ങനെ 8:30 മണിക്ക് എത്തുക? ഞാൻ 1-2 അവർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുക. ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞ് എനിക്ക് ഷിഫ്റ്റ് മാറ്റി തരണം, ഇത് കഴിയില്ല. അങ്ങനെ ഷിഫ്റ്റ് മാറ്റി 2 മണിക്കുള്ള ഷിഫ്റ്റ്. അതും പ്രയാസം തന്നെയാണ്. തിരിച്ചു വരാനല്ല. അത് തിരിച്ചു വരാൻ വൈകിയാൽ എൻ്റെ ഉപ്പുണ്ടാവും അവിടെ കട്ടിൽ ഇങ്ങനെ കാത്ത് വെക്കുകയാണ്. ഞാൻ വൈകിയതുകൊണ്ട് ഇതായിരുന്നു എൻ്റെ വിദ്യാർത്ഥി ജീവിതം. വൈകി രാത്രിയൊക്കെ തിരിച്ചു വരും. അപ്പോൾ ഉപ്പ ഇങ്ങനെ അകത്ത് കാലാതെ കാത്തു വരും. ഉപ്പ മരിച്ചുപോയി. അദ്ദേഹത്തെ അള്ളാഹു നാഫുറത്തുള്ള തെന്മാറവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും പരത്തി പറയുന്നില്ല. ഇങ്ങനെയായിരിക്കും ജീവിതങ്ങളൊക്കെ ഇങ്ങനെ പോയി. ഇപ്പോൾ അതിനിടയ്ക്ക് പഞ്ചായത്തിൽ ഒരു 3ാമത്തെ തവണയാണ്. അതും വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യാം, ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്യാം. പക്ഷേ അതിനും ടൈം വേണം, അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നും കൂടി അതിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ കോളേജിൽ ഞാനിപ്പോൾ 3 കൊല്ലത്തോളമായിട്ട് പ്രിൻസിപ്പാളെ ചാർജിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ശേഷി ഇസ്മായിൽ എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്ന പല കാര്യത്തിനും വേണ്ടി ഞാൻ അഷ്റഫ് സാറെ വിളിക്കും. ഇപ്പോൾ അടുത്തായിട്ട് PGക്ക് ഇപ്പോൾ 10 സീറ്റായിരുന്നു നമുക്ക് അനുവദിച്ചത്. അവസാനം അഡ്മിഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും കുട്ടികൾ പുറത്താണ്. പിന്നെയും പറഞ്ഞിട്ട് ചെന്ന് 10 സീറ്റ്. അങ്ങനെ ഇപ്പോൾ 20ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ അബ്ദുൽ പ്രിലിമിനറിയുടെ അഡ്മിഷൻ ഡേറ്റും കഴിഞ്ഞ് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് എസ്ബിഐയോട് പറഞ്ഞു VC ഫയൽ മടക്കി. ആ മടക്കിയ ഫയൽ വെച്ചുകൊണ്ടാണ് അഷ്റഫ് സാർ പ്രിലിമിനറിയുടെ ഡേറ്റ് പിന്നെയും നമുക്ക് അനുകൂലമാക്കി മാറ്റി. അതുപോലെ 2-3 BA ഇംഗ്ലീഷ് BCom കോഴ്സുകൾ എന്ന് ചിന്തിക്കട്ട് പെട്ടെന്ന് ശുപാർശ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് ഏറ്റെടുത്ത് നടത്തരുത്. കാരണം അറബി കോളേജിനോട് താല്പര്യമുള്ള ഒരു മഹാവ്യക്തിത്വമാണ് അഷ്റഫ് സാർ. പിന്നെ അതിനിടയിൽ അപ്പോൾ അതിനിടയ്ക്ക് മരണപ്പെട്ടു പോയ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഞാൻ തുടക്കത്തിൽ തന്നെ എടപ്പാറ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് എടുക്കാൻ വന്നു. അന്ന് എൻ്റെ പ്രിൻസിപ്പാൾ ഹുസൈൻ സെൽഫിയായിരുന്നു.
മാനേജർ എൻ.കെ. അഹമ്മദ് മൗലവി, എൻ.കെ. അഹമ്മദ് മൗലവി, അതിനിടയ്ക്ക് CH റഹ്മാൻ മൗലവി, CH അബ്ദുൽ ഖാദർ മൗലവി, അമാംകൂത്ത്, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ വെളിക്കുത്തരം നൽകി മരണപ്പെട്ടു പോയി. ഒഴികെ അവർക്ക് അള്ളാഹു മാറാകട്ടെ ഇത് പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ.കെയുടെ കൂടെ 4 തവണ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട 4 തവണ. ഒരിക്കൽ AV അബ്ദുൽ റഹ്മാൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ ഏത് സമയത്തും നമസ്കരിക്കുന്ന ഒരാളാണ്. ബാങ്ക് കൊടുക്കും നമസ്കരിക്കും, എൻ.കെക്ക് നമസ്കരിക്കണം, AVക്ക് നമസ്കരിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ആ തിരക്കുള്ള ട്രെയിനിൽ ആ തിരക്കേറിയ അവിടെ വെച്ചിട്ടാണ് മേലെ കയറുന്നത്, നടുക്ക് വെച്ചിട്ടാണ് AV നമസ്കരിക്കുന്നത്. എല്ലാവരും മാറിക്കൊടുത്ത് നമസ്കാരം കണ്ടപ്പോൾ ഓടിരിക്കുന്ന എല്ലാവരും കൂടെ മാറിക്കൊടുത്തു, നമസ്കാരം സുഖമായിട്ട് നമസ്കരിച്ചു. ഇതൊക്കെ നല്ല ഓർമ്മകളാണ്. പിന്നെ ചൊക്കുടിയിലുള്ള മൊയ്തു മാസ്റ്ററുടെ കൂടെ 2-3 തവണ ഞാൻ പോയിരുന്നു. മൊയ്തു മാസ്റ്റർ കൊതിക്ക് ലയിക്കാൻ കപ്പാസിറ്റി കുറഞ്ഞ ആളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പല ഇങ്ങനെയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ പോകും. അയാളുടെ ഓഫീസിന് എല്ലാ ഓഫീസിലും ഇയാൾ കരുതലും നല്ല റെസ്പെക്റ്റാണ്. അയാൾ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോളേജിലെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് ഇതിൻ്റെ എഗ്രിമെൻ്റൊക്കെ. പിന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചിലപ്പോൾ വല്ലാതെ ചൂടാകാറുണ്ട്. ചൂടാകുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യം കാണുമ്പോൾ വല്ലാതെ ചൂടാകും. പിന്നെ എനിക്ക് തോന്നും അങ്ങനെ ചൂടാകാണ്ട് ഇരുന്നില്ല തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ ചൂടായ ആൾക്കാരാണ് ഇപ്പോൾ വല്ലാതെ സ്നേഹം കാണിക്കുന്നത്. കുട്ടികൾ എന്നോട് പറയും, നിങ്ങൾ അന്ന് ചൂടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ നന്നായത്, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്ക് പോകുമായിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ചൂടാകുന്നതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നന്മക്ക് വേണ്ടിയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരവും അതുപോലെ നമ്മളുടെ ആ ഡീസൻസി ഒക്കെ നമ്മൾ നിലനിർത്തണം. അത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതില്ലാതാവുമ്പോഴാണ് നമ്മൾ വല്ലാതെ ഇങ്ങനെ നിങ്ങളുടെ ക്യാരക്ടറിൽ വരുന്നത്. അത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് 1-2 ഓർമ്മകൾ. ഞാനൊരു എയർപോർട്ടിന് എൻ്റെ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ വേക്കുന്നവരാണ് സാറെന്ന് വിളിക്കുന്നത് പെൺകുട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പഠിപ്പിച്ച അതേ വിദ്യാർത്ഥിനിയാണ്. കാരണം അന്ന് ഞാൻ കൂടുതൽ കലമ്പിയത് കൂടുതൽ ചീത്ത വന്നത് ആ കുട്ടിയാണ്. അവരെ ഭർത്താവ് കൂടെ ഉണ്ട്, കുടുംബക്കാരെല്ലാവരും ഉണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയതാണ് എൻ്റെ അടുത്ത് സാർ. വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച കുട്ടിയാണ്. അന്ന് ചിലപ്പോൾ കൂടുതൽ അവരെയാണ് ഞാൻ കലമ്പിയിട്ടത്. അപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഇവിടെ വിശദത്തിൽ വരിക. ഒരു ഉംറക്ക് പോയപ്പോൾ ഉംറയുടെ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഉംറക്ക് പോയപ്പോൾ എയർപോർട്ടിൽ നോക്കുമ്പോൾ 2 വിദ്യാർത്ഥിനികളാണ്. അത് സാറെന്ന് വിളിക്കുകയാണ്. അതും വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചവരുടെ കുട്ടികളുണ്ട്. എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇങ്ങനെയുള്ള നല്ല സ്നേഹം, നല്ല ഓർമ്മകൾ, ഇതൊക്കെയാണ് പ്രയാസം ഉണ്ടാക്കുന്നത്. ഏതായാലും ഇവിടെ ഒരുപാട് ഉപഹാരങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഇതിനേക്കാൾ നമുക്ക് ആവശ്യം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഞങ്ങളെ പറ്റിയുള്ള ആ നല്ല വിചാരമാണ്. ഫറൈസക്കിലൂടെ പറഞ്ഞതുപോലെ ദി ബെസ്റ്റ് റിവാർഡ് ദാറ്റ് ഈസ് ഗുഡ് ഇൻറ്റൻഷൻ ഓഫ് ദി പീപ്പിൾ. ഫറൈസക്കിലൂടെ ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ്, എനിക്ക് നിങ്ങളുടെ സമ്മാനമൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ സമ്മാനം വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹമാണത്. സ്വീകരിക്കുന്നതോടൊപ്പമാണ് ഞാൻ പറയുന്നത്, അതിനേക്കാൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല സമ്മാനം. അതുകൂടി നിങ്ങൾ ഓർമ്മിക്കുക. അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ ഈ കോളേജിലൊക്കെ വരും, കാരണം നാട്ടുകാരനാണ്. ഇപ്പോൾ കോളേജിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ കൂടുതൽ ഇനിയും വരും. ഔദ്യോഗികമായിട്ട് ക്ലാസ് എടുക്കാനുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോളേജിൻ്റെ പുരോഗതിയിലൊക്കെ ഞാനുണ്ടാവും. അതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യം, എനിക്ക് പ്രയാസമുള്ള 2 കാര്യങ്ങൾ. ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷനും ക്യാമ്പസ്
മതി. അതോടൊപ്പം നാക് അക്രഡിറ്റേഷൻ എന്നുള്ളൊരു കടമ്പുണ്ട്. അതിൻ്റെ വർക്കൊക്കെ തുടങ്ങിയെന്നല്ല, അതായത് കൂടുതൽ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങളിലും എനിക്കാവുന്നതൊക്കെ ഞാൻ സഹകരിക്കുമെന്നും കൂടി നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഇനി നാക് അക്രഡിറ്റേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കൊരു നിലനിൽപ്പില്ല, അത് നിർബന്ധമാണ്. UGC റൂൾസ് റെഗുലേഷൻസ് നിർബന്ധമാണ് ഇതൊക്കെ. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇനിയും ഉണ്ടാവണം എന്ന് മാത്രം പറയുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും വല്ലാതെ വൈകിപ്പോയിട്ടുണ്ട്. നിങ്ങൾ തന്ന ഈ യാത്രയത്ത്, പ്രിയമായ യാത്രയത്ത്, നിങ്ങളുടെ സ്നേഹം, അതിന് എങ്ങനെ നന്ദി പറയാനെന്ന് അറിയുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ സ്നേഹം ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. പുതിയ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒന്നുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിലരൊക്കെ എന്നെ കരയിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കരയില്ല എന്ന്. കാരണം എൻ്റെ ജീവിതത്തിലെ 3/4 ഭാഗവും ഞാൻ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ കഴിവിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ വലിയ പുരോഗതിയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും കുട്ടികൾക്ക് ചെയ്യേണ്ടുന്ന, അതായത് പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഏകദേശം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ഞാൻ ഒരു 90% ചെയ്തു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെ ഈ കോളേജ് ജീവിതത്തിലേക്ക് നയിച്ചത് എൻ്റെ പിതാവിനോടൊപ്പം കെ.എൻ. ഇബ്രാഹിം മൗലവിയാണ്. അതായത് പ്രിലിമിനറി കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഏതായാലും അവിടെ ഡിഗ്രിക്ക് പറഞ്ഞേക്കണമെന്ന് എൻ്റെ പിതാവിനെ നിർബന്ധപൂർവം പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ, അന്ന് ഫോണില്ല, വിളിച്ച് പള്ളിയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയലാണ്, ഏതായാലും ഇവിടെ വീട്ടിലിരുത്തര് പ്രിലി കഴിഞ്ഞതല്ലേ, അപ്പൊ ഡിഗ്രിക്ക് പറഞ്ഞേക്കണം. അങ്ങനെ കേരളയും കൂടി എന്നെ കൂട്ടി ഉപ്പാവയും കൂടി മോങ്ങം അറബിക് കോളേജിൽ ചേർത്തു. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് 86 ഞാൻ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം 87 എനിക്ക് 7 കുട്ടികളുണ്ട്. 87 ഞാൻ മൂത്ത കുട്ടിയെ പ്രസവിച്ചു. പിന്നെ 1 വയസ്സാകുമ്പോഴേക്കും നമ്മളെ, നിങ്ങൾക്ക് അറിയാമെന്നറിയാലോ, ഉമർ മൗലവി ഒരിക്കൽ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നപ്പോ എൻ്റെ മോളെന്താണ് വീട്ടിലിരിക്കുന്നതാണെന്ന് ചോദിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞു ആ ഒന്നുമില്ല. അപ്പം പിന്നെ അതിനുശേഷം നമ്മുടെ വയനാടുള്ള മൊയ്തീൻകുട്ടി മദനി ഓരോട് പറഞ്ഞ് മറിയത്തിന് നിങ്ങളെ കോളേജിലേക്ക് കാറ്റണം തന്നെ. അങ്ങനെ പിറ്റേന്ന് ഞാൻ ഉപ്പ എന്നോട് വന്നിട്ട് പറഞ്ഞു ഈ കോളേജിൽ പോകണം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വലിയ കുട്ടികളെ പഠിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് സാരിയൊക്കെ ഉടുക്കുക, അതറിയാം, പൂർവ്വ വിദ്യാർത്ഥിക്ക് അറിയാം, സാരിയിൽ മാടിയിട്ടാ വരുത്തേനും. പിന്നെയാണ് പർദ്ദയായത്. അപ്പൊ അൽഹംദുലില്ലാഹ് ഫസ്റ്റ് ദിവസം വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഒന്നുമില്ല, ഏതായാലും പിടിച്ചു നിർത്തി. കുട്ടികളുമായി എങ്ങനെ നമ്മൾ ശരിക്കന്ന് എങ്ങനെ സമ്പർക്കത്തിൽ ഏർപ്പെടണമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും പോലെ ഞാൻ പരമാവധി എന്ത് ചെയ്തു, എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കയ്യിലെടുത്തു. പിന്നെ കയ്യിലെടുക്കാനുള്ള കാരണം നമ്മുടെ ഉസ്താദ് ഗുരുനാഥന്മാരായ എടപ്പാറ ഉസ്താദ്, അതുപോലെ തന്നെ NK അഹമ്മദ് മൗലവി, അതേപോലെ ഇച്ചിരി ഖാദർ മൗലവി, അവരൊന്നും നമുക്കിപ്പോൾ ഓർമ്മിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ അവര് പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മദനിക്ക് ഓർമ്മ ഉണ്ടാവും, അവരെ കൊണ്ട് വായിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാറ്. അതായത് ഗ്രാമറൊക്കെ തെറ്റിപ്പോന്നതിന് നന്നായി റെഫർ ചെയ്തിട്ടാ പോകും, ഇന്നത്തെ പോലെ ഓടിപ്പോക്കല്ല. അപ്പൊ അങ്ങനെ ക്ലാസ് എടുത്ത് അൽഹംദുലില്ലാഹ് കുറേ ശിക്ഷഗണങ്ങൾ, ഇസ്മായിൽ മാഷ് അതുപോലെ തന്നെ നമുക്ക് കുറേ ശിക്ഷഗണങ്ങളെ കിട്ടി. ഇതിനൊക്കെ സന്തോഷം എന്ന് പറയുന്നത് 2 ദിവസമായി പല ഭാഗത്തുമുള്ള പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരികയാണ്, ടീച്ചറെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, ഏതായാലും ഞങ്ങൾ വീട്ടിലേക്ക് വരും. അതാണ് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നത്.
കാരണം വീട്ടിൽ വന്നാൽ വെറുതെ വിടാൻ പറ്റൂലല്ലോ, എന്തായാലും ഒരു ഭക്ഷണം കൊടുക്കേണ്ടി വരൂലേ. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ വന്നോളി, പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ മുൻകൂട്ടി അറിയിച്ചാൽ മതി വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അതായത് നിങ്ങളുടെ സ്നേഹം ഞാൻ വിചാരിച്ചത് മനസ്സിൽ മാത്രമായിരിക്കുമെന്ന്, പക്ഷെ അതല്ലാലോ. ഇതൊക്കെ ഈ ഉപകാരങ്ങളൊക്കെ പിന്നെ നിങ്ങളുടെ സ്നേഹം കൊണ്ടായിരിക്കും, പക്ഷെ ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാ ബർക്കത്തും അനുഗ്രഹവും നൽകട്ടെ. പിന്നെ മറ്റൊന്ന്, ഹോസ്റ്റൽ. ഇന്നും ഹോസ്റ്റലിലെ രക്ഷിതാക്കൾ വലിയ സങ്കടത്തോടെ ആശങ്കയിലാണ്. പക്ഷെ ഞാൻ അവരോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, പ്രത്യേകമായിട്ട് ഹോസ്റ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഡോക്ടറെടുത്തൊക്കെ പെട്ടെന്ന് പാതിരക്കൊക്കെ പോകേണ്ടി വരും, അത് നിങ്ങളൊന്നും ബേജാറാണ്ട, അത് ഞാൻ കൊണ്ടുപോയിക്കോളും. ഞാൻ റിട്ടേൺ ചെയ്താലും ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധ ചെലുത്തും. എൻ്റെ മക്കളും അതിന് തയ്യാറാണ്. പാതിരാക്കാണെ പാതിരക്ക് ഒരു പറയും ഉമ്മ വണ്ടി അടിച്ചിട്ട് പോകാനും, അത്രയും നല്ല മക്കളാണ്. അപ്പോൾ ഞാൻ കരയൂലേ. പിന്നെ ഇന്നും എന്താണ് ഹോസ്റ്റല്, പിന്നെ പല ഹോസ്റ്റലിൽ പഠിച്ച രക്ഷിതാക്കളും ഇന്നും വിളിച്ച് വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ടീച്ചറെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ ഒന്നും പിന്നെ പ്രശ്നമില്ല, നിങ്ങളുടെ പ്രാർത്ഥന അതാണ് നമുക്ക് വേണ്ടത്. ഈ പ്രവർത്തനത്തിനൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടായാൽ അതാണ് നമുക്ക് വയ്യ ഉപകരിക്കുക. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് കൂടുതലായിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. ഞാൻ ഈ വൈകിയ വേളയിൽ അധികം ഒന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഉള്ള കുട്ടികളോട് പറയുന്നത്, കുട്ടികൾ നിങ്ങൾ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കലല്ല. മിനിഞ്ഞാന്ന് ഇവിടെ ഒരു ഫുഡ് കൊടുക്കലുണ്ടായിരുന്നു. അന്ന് കുറെ കുട്ടികൾ പറയാണ്, ടീച്ചറെ ഞാൻ ഇനിയും പഠിക്കുന്ന, ഞാൻ ഡിഗ്രിക്ക് ചേരുന്നു, ഇങ്ങനൊക്കെ പറയാണ്. കാരണം അന്ന് അവര് അലസതയിലൂടെ കോളേജ് ജീവിതം അവസാനിപ്പിച്ചു. പക്ഷെ ഇന്ന് അവർക്ക് തോന്നുകയാണ് നമ്മളൊന്ന് പഠിച്ചാലോ. അതുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഇത് വെറുതെ ഒരു ജീവിതം, നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. പഠനം അങ്ങനെയാണ്. നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ എന്താണ് പ്രതീക്ഷയോടെയാണ് നിങ്ങളിവിടെ കൊണ്ടുവരാക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതിലെ കളിച്ച് വെറുതെ ഒരു സെമ്മ് പോലും പാസ്സാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവുന്നു. അതല്ല, തീർച്ചയായും നിങ്ങൾ പഠിക്കണം. ഓരോ സെമ്മും നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങണം. അതാണ് ഞാൻ പറയുന്നത്. ഒരു സെമ്മ് പോയാൽ അടുത്ത സെക്കൻഡ് സെമ്മിലേക്ക് നമ്മൾ ഒരു വിഷയം പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് സെമ്മിലെ കുട്ടികൾ അത് പഠിക്കുമ്പോൾ നമ്മൾ വെപ്രാളത്തിലാണ്. കാരണം നമുക്ക് കഴിഞ്ഞ സെമ്മിലെ 2 സബ്ജക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം വ്യാകുലത ഉണ്ടാക്കുന്നു. അപ്പൊ സെക്കൻഡ് സെമ്മിലും കൂടി പഠിക്കാൻ നമുക്ക് എന്തെല്ലാം സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഓരോന്നും എക്സാമിൽ പൂർണ്ണമായും നല്ല രൂപത്തിൽ പഠിക്കുക. പിന്നെ പണ്ടെന്നോ പഠിച്ച എല്ലാവരും മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷം, ദൂരത്തു നിന്നൊക്കെ വന്നേ, അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്കൊരു അലുമിനി ഗ്രൂപ്പ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്ന് സജീവമാക്കണം. എല്ലാവരെയും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഞാൻ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ട് ഇതുവരെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗവിചാരക്കര ഷഫീഖ് മുഹമ്മദ് ജുബൈർ ടീച്ചറിന്റെ ബാച്ചാണത്. ഉപഹാരം നൽകുന്നു. ഉപഹാരം
അർപ്പിതമായിട്ട് ഉത്തരവാദിത്തം നന്ദി പറയുക എന്നുള്ളതാണ്. വിശിഷ്ടാധികാരിയുടെ അഭാവത്തിൽ ശ്രീ കെ മൊഴി മുതൽ പി കെ അബ്ദുൽ സാഹിബ്, ഡോക്ടർ അഷ്റഫ് സാർ, അവർക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ സ്റ്റേജിലില്ല. ഞങ്ങളുടെ കോളേജിൻ്റെ കമ്മിറ്റിയുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും പേരിലൊക്കെ വാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആശംസകളാക്കി സംസാരിച്ച മുഴുവൻ ആളുകൾക്കും ഈ വൈകിയ വേളയിൽ ബിഷപ്പിന്റെ വിദ്യാലയങ്ങളുടെ ഈ സന്ദർഭത്തിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അധ്യക്ഷന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തം